നമസ്കാരം. സ്റ്റോറി ടെല്ലിംഗ് കപ്പിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗിരീഷ്. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് സൗദി അറേബ്യയിലെ പ്രവാസിയായ കൊല്ലം സ്വദേശിയായ ശ്രീ ഷാനവാസ് ജലാൽ എന്ന വ്യക്തിയുടെ മികച്ചൊരു രചനയാണ്. ഹൃദയസ്പർശികളായ നിരവധി രചനകൾ അദ്ദേഹത്തിൻ്റെതായുണ്ട്. ഷാനൂസ് വൈബ്സ് എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനലും അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും കയറി സന്ദർശിക്കുക. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞങ്ങളെ ഏറെ സ്പർശിച്ച ഒരു രചനയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് തരുന്നത്. സമയരഥം. രചന ഷാനവാസ് ജലാൽ. അവതരണം ശാമിനി ഗിരീഷ്. ഇക്ക, പിന്നെയും മൂക്കിന്ന് ബ്ലഡ് വരുന്നുണ്ട്. എൻ്റെ ഷഹന, നിന്നെ നഖം കൊണ്ടതാകും. ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്ന ഉടനെ നീ ഇങ്ങനെയുള്ള സില്ലി മാറ്റേഴ്സ് പറഞ്ഞുകൊണ്ട് വരല്ലേ. അതല്ല ഇക്ക, ഇന്നലത്തെ പോലെയല്ല. ഇന്ന് കാര്യമായി വരുന്നു. കാര്യമായല്ല, എൻ്റെ വായിന്നൊന്നും കേൾക്കണ്ട. ടാർജറ്റ് മണ്ണാങ്ങട്ടയും കമ്പനിയിൽ. അതിൻ്റെ ടെൻഷൻ മാറുന്നത് ഇവിടെ വരുമ്പോഴാണ്. ഇനി അതും കൂടി ഇല്ലാതാക്ക്. അവളുടെ മുമ്പിലേക്ക് കോട്ടെറിഞ്ഞിട്ട് കൊടുത്തുകൊണ്ട് അകത്തേക്ക് പോകുമ്പോഴും മനസ്സിൽ അവളെ ഞാൻ ചീത്ത വിളിച്ചിരുന്നു. ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോഴോ ഞാൻ അന്നേരം പറഞ്ഞതിൻ്റെ ദേഷ്യം കൊണ്ടാകണം, മുഖം വീർപ്പിച്ചിരിക്കുന്ന അവളെ കണ്ടപ്പോൾ എൻ്റെ ദേഷ്യം ഇരട്ടിയായി. കുഞ്ഞിരിക്കുന്ന അവളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിയിട്ട് ദേഷ്യത്തോടെ അവിടെ നിന്നും എഴുന്നേൽക്കുമ്പോഴും അവളുടെ മുഖം ഉയർന്നിരുന്നില്ല. കിടക്കും മുമ്പുള്ള പ്രഷറിൻ്റെ ഗുളിക കയ്യിൽ തന്നിട്ട് സോറി ഇക്ക എന്ന് പറഞ്ഞപ്പോൾ ദേഷ്യം പകുതി പോയെങ്കിലും ഓളോടൊന്നും മിണ്ടാതെ തിരിഞ്ഞു കിടന്നുറങ്ങിയപ്പോഴും എന്നത്തെയും പോലെ ചേർന്ന് കിടക്കാൻ ഓൾ വന്നിരുന്നില്ല. പിറ്റേന്ന് രാവിലെ ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ നേരം ഇക്കാക്കനോട് ദേഷ്യമാണോ എന്നുള്ള ചോദ്യം ഞാൻ കേട്ടില്ലെന്ന് നടിച്ചെങ്കിലും അത് കാര്യമാക്കാതെ അവൾ പറഞ്ഞു, ഇക്ക, നമ്മൾ ഹണിമൂണിന് പോയ മൂന്നാറിലെ ആ റിസോർട്ടിൽ എനിക്ക് ഒന്നുകൂടെ പോകണമെന്നുണ്ട്. ഇക്കാക്ക് സമയം ഉണ്ടാവുമോ? നിനക്ക് എന്താ ഷഹന, എന്നെ ഇങ്ങനെ ചൊറിഞ്ഞില്ലെങ്കിൽ നിനക്ക് സമാധാനമാകില്ല? നിനക്കറിയാവുന്നതല്ലേ എൻ്റെ ജോലിയുടെ പ്രഷർ. 16 മണിക്കൂർ അതിൻ്റെ മുന്നിൽ ചിലവഴിച്ചിട്ട് തികയുന്നില്ല സമയം. പിന്നെ ഇനി മൂന്നാറ് എന്ന എൻ്റെ വാക്ക് കേട്ടിട്ടും സാധാരണ തർക്കുത്തരം പറയുന്നവൾ അന്നൊന്നും മിണ്ടിയതുമില്ല. അതിൻ്റെ പരിഭവം തീർക്കാനാകുമെന്ന് കരുതി ജോലിക്കിടയിൽ അവൾ വിളിച്ചപ്പോൾ ഫോണും എടുത്തില്ല. അന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അയൽപ്പക്കത്തെ മാളു വീടിൻ്റെ താക്കോൽ കയ്യിൽ തന്നിട്ട് ചേച്ചിക്ക് ഒട്ടും വയ്യാതായെന്നും എൻ്റെ അച്ഛൻ്റെ വണ്ടിയിൽ ഹോസ്പിറ്റലിൽ പോയെന്നും പറഞ്ഞപ്പോഴാണ് അവൾ ഫോൺ ചെയ്ത കാര്യം ഓർമ്മ വന്നത്. പെട്ടെന്ന് ഫോൺ എടുത്ത് അവളെ വിളിച്ചു. മോളെ, എന്താ പറ്റിയേ? എവിടെയാ നീയേ? ഒന്നുമില്ലേക്കാ, ചെറിയൊരു തലവേദന. ഞങ്ങൾ തിരിച്ചു, ഇപ്പോഴെത്തും എന്നവൾ പറഞ്ഞിട്ട് ഫോൺ വെച്ചെങ്കിലും അപ്പോൾ ഫോൺ എടുക്കാത്തതിന് എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നിയിരുന്നു. വീട്ടിലെത്തി എനിക്ക് ചായ ഇടാൻ പോയ അവളുടെ മുഖത്തേക്ക് നോക്കി സോറി പറഞ്ഞപ്പോഴേക്കും അവളുടെ കൈകൊണ്ട് എൻ്റെ വാ പൊത്തിയിരുന്നു അവൾ. എന്തിനാ എൻ്റെയൊക്കെ സോറി പറയുന്നേ? ഫോൺ എടുക്കാത്തത് ജോലി തിരക്കൊണ്ടാണെന്ന് എനിക്കറിയാമെന്ന് അവൾ പറഞ്ഞപ്പോൾ അറിയാതെ എൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. 2 ആഴ്ചയ്ക്ക് ശേഷം വർഷാവസാനത്തിൻ്റെ ഓഡിറ്റിങ്ങിലും മറ്റും ഫുൾ ബിസി ആയിരിക്കുമ്പോഴാണ് സുഹൃത്തായ ഡോക്ടർ അരുൺ വിളിക്കുന്നത്. എന്തെങ്കിലും പറഞ്ഞ് കട്ട് ചെയ്യാമെന്ന് കരുതിയാണ് ഫോൺ എടുത്തത്. ഷഹന അന്ന് കാണാൻ പോയതും അരുണിനെയായിരുന്നു എന്നും മൂക്കിൽ നിന്ന് സ്ഥിരമായി ബ്ലഡ് വരുന്നത് കൊണ്ട് സംശയം തോന്നിയാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തതെന്നും, അളിയ നീ തളരരുത്, അവൾക്ക് ക്യാൻസറാണ്, നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാമെന്നുള്ള അവൻ്റെ വാക്കുകൾ കേട്ടതോടെ കയ്യിലിരുന്ന ഫോൺ താഴേക്ക് വീണിരുന്നു. മുമ്പിലിരുന്ന ഫയലുകൾ തട്ടിയെറിഞ്ഞ് വീട്ടിലേക്ക് കുതിക്കുമ്പോഴും ഒന്നും അറിയാത്ത എൻ്റെ പെണ്ണിനോട് ഇത് വേണമായിരുന്നോ പഠിച്ചവനെ എന്നുള്ള ചോദ്യമായിരുന്നു മനസ്സിൽ. വീടിൻ്റെ മുന്നിലെത്തി നിറഞ്ഞ കണ്ണുകൾ അവൾ കാണാതെ തുടച്ച് അകത്ത് കയറിയപ്പോഴേക്കും അന്തം വിട്ട് നോക്കുന്നുണ്ടായിരുന്നു ആ പാവം എന്നെ. എന്താ പെണ്ണെ, നീ എന്നെ ആദ്യമായി കാണും പോലെ എന്ന എൻ്റെ ചോദ്യത്തിനുള്ള ക്ലോക്കിലേക്കുള്ള നോട്ടമായിരുന്നു അവളുടെ മറുപടി. അവളെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് കൈകളിൽ കോരിയെടുത്ത് റൂമിലെത്തിച്ചിട്ട് ഇന്ന് നമ്മൾ ഫുഡ് പുറത്തുനിന്നാണ് കഴിക്കുന്നത്, വേഗം ഒരുങ്ങിയിറങ്ങുക എന്ന് പറഞ്ഞപ്പോഴും വിശ്വാസം വരാതെ അവൾ എന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. റെസ്റ്റോറൻറ്റിൻ്റെ അരണ്ട വെട്ടത്തിൽ അവൾ കുറച്ചുകൂടെ സുന്ദരിയായതുപോലെ തോന്നി. എത്ര നോക്കിയിട്ടും മതി വരാത്തതുപോലെ തോന്നി എനിക്ക്. ജോലി തിരക്കിനിടയിൽ അവൾക്ക് നൽകാൻ മറന്ന സ്നേഹം കണ്ണിലൂടെ ഒലിച്ചിറങ്ങുമെന്ന് തോന്നിയതുകൊണ്ടാണ് അവളുടെ മുഖത്തു നിന്നും ആ നോട്ടം മാറ്റിയത്. തിരികെയുള്ള യാത്രയിൽ പുറം കാഴ്ചകളിൽ മുഴുകിയിരുന്ന അവളെ എൻ്റെ നെഞ്ചിലേക്ക് ചേർത്തിയിരുത്തിയപ്പോഴേക്കും ഇക്കേ ഇന്ന് അരുൺ ഡോക്ടർ വിളിച്ചിരുന്നോ എന്നുള്ള ചോദ്യത്തിന് അണ പൊട്ടിയൊഴുകുന്ന എൻ്റെ കണ്ണുനീർ മറുപടി നൽകിയിരുന്നു. ജോലിയും പ്രശസ്തിയുമാണ് എല്ലാമെന്ന് കരുതിയ ഞാൻ അതുപേക്ഷിച്ച് മുഴുവൻ സമയവും അവൾക്കായി ചിലവഴിക്കുന്നതിനിടയിൽ
എൻ്റെ അടുത്തിരിക്കാൻ, എന്നോട് മിണ്ടാൻ ഇപ്പോൾ ഇക്കാക്ക് സമയം ഒരുപാടുണ്ടല്ലേ, പക്ഷെ എനിക്കോ എന്നുള്ള ചോദ്യം അവളുടെ കാൽപാദങ്ങളെ എൻ്റെ കണ്ണുനീർ കൊണ്ട് നനച്ചു. റിസ്ക് ആണെന്നുള്ള അരുണിൻ്റെയും വീട്ടുകാരുടെയും ഉപദേശം കേൾക്കാതെ അവളെയും മാറോട് ചേർത്ത് മൂന്നാറിലേക്ക് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴും ആ ചോദ്യം മനസ്സിൽ തങ്ങി നിന്നിരുന്നു. ഇപ്പോൾ ഇക്കാക്ക് എല്ലാത്തിനും സമയമുണ്ടല്ലേ, പക്ഷെ എനിക്കോ? നിങ്ങളുടെ രചനകൾ ഇതുപോലെ ഈ ചാനലിൽ ഓഡിയോ ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് അവ മലയാളം ടെക്സ്റ്റോടു കൂടി storytellingcouple@gmail.com എന്ന മെയിൽ അഡ്രസ്സിൽ അയച്ചു തരിക. അതോടൊപ്പം നിങ്ങളുടെ മേൽവിലാസം, ഫോൺ നമ്പർ, ഫേസ്ബുക്ക് പ്രൊഫൈൽ ലിങ്ക് എന്നിവ കൂടി ഉൾപ്പെടുത്തേണ്ടതാണ്. കൂട്ടത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണവും ഒരു ഫോട്ടോയും ചേർക്കുക. തിരഞ്ഞെടുക്കുന്നവ ഞങ്ങൾ ഈ ചാനലിൽ ഓഡിയോ ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അയക്കുന്നത് നിങ്ങളുടെ സ്വന്തം രചനയായിരിക്കണം. കഥകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.